നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 19-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മിസ്രയീമിനെ കുറിച്ചുള്ള പ്രവാചകം. യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിസ്രയീമിലേക്ക് വരുന്നു. അപ്പോൾ മിസ്രയീമിലെ മിഥ്യാമൂർത്തികൾ അവന്റെ സന്നിധിയിങ്കൽ നടുങ്ങുകയും മിസ്രയീമിന്റെ ഹൃദയം അതിന്റെ ഉള്ളിൽ ഉരുകുകയും ചെയ്യും. ഞാൻ മിസ്രയീമരോട് കലഹിപ്പിക്കും. അവർ ഓരോരുത്തൻ താന്താന്റെ സഹോദരനോടും ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോടും പട്ടണത്തോടും രാജ്യത്തോടും യുദ്ധം ചെയ്യും. മിസ്രയീമിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും. ഞാൻ അതിന്റെ ആലോചനയെ നശിപ്പിക്കും. അപ്പോൾ അവർ മിഥ്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും. ഞാൻ മിസ്രയീമരുടെ ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. സമുദ്രത്തിൽ വെള്ളം ഇല്ലാതെയാകും. നദി വറ്റി ഉണങ്ങിപ്പോകും. നദികൾക്ക് നാറ്റം പിടിക്കും. മിസ്രയീമിലെ തോടുകൾ വറ്റിയുണങ്ങും. ഞാങ്ങണയും വേഴവും വാടിപ്പോകും. നദിക്കരിയെയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്ത് വിതച്ചതൊക്കെയും ഉണങ്ങി പറന്നില്ലാതെ പോകും. മീൻ പിടിക്കുന്നവർ വിലപിക്കും. നദിയിൽ ചൂണ്ടൽ ഇടുന്നവരൊക്കെയും ദുഃഖിക്കും. വെള്ളത്തിൽ വല വീശുന്നവർ വിഷാദിക്കും. ചീകി വെടിപ്പാക്കിയ ചണം കൊണ്ട് വേല ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും ലജ്ജിച്ചു പോകും. രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. കൂലിവേലക്കാർ മനോവ്യസനത്തോടെയിരിക്കും. സോവാനിലെ പ്രഭുക്കന്മാർ കേവലം പോഷന്മാരത്രേ. ഫറവോന്റെ ജ്ഞാനമേറിയ മന്ത്രിമാരും ആലോചന പോഷന്മാരായി തീർന്നിരിക്കുന്നു. ഞാൻ ജ്ഞാനികളുടെ മകൻ, പുരാതന രാജാക്കന്മാരുടെ മകൻ എന്നിപ്രകാരം നിങ്ങൾ ഫറവോനോട് പറയുന്നത് എങ്ങനെ? നിങ്ങളുടെ ജ്ഞാനം എവിടെ? അവർ ഇപ്പോൾ നിനക്ക് പറഞ്ഞു തരട്ടെ. സൈന്യങ്ങളുടെ യഹോവ മിസ്രയീമിനെ കുറിച്ച് നിർണയിച്ചത് അവർ എന്തെന്ന് ഗ്രഹിക്കട്ടെ. സോവാനിലെ പ്രഭുക്കന്മാർ പോഷന്മാരായി തീർന്നിരിക്കുന്നു. നോഫിലെ പ്രഭുക്കന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മിസ്രയീമിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ അതിനെ തെറ്റിച്ചു കളഞ്ഞു. യഹോവ അതിന്റെ നടുവിൽ മനോവിഭ്രമം പകർന്നു. ലഹരി പിടിച്ചവൻ തന്റെ ഛർദിയിൽ ചാഞ്ചാടി നടക്കുന്നത് പോലെ അവർ മിസ്രയീമിനെ അതിന്റെ സകല പ്രവൃത്തിയിലും തെറ്റി നടക്കുമാറാക്കിയിരിക്കുന്നു. തലയോ വാലോ പനമ്പട്ടയോ പോട്ടപ്പുല്ലോ നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയും മിസ്രയീമിന് ഉണ്ടായിരിക്കുകയില്ല. എന്നാലും മിസ്രയീമർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങൾ യഹോവ അവരുടെ നേരെ കൈ ഓങ്ങുന്നത് നിമിത്തം അവർ പേടിച്ച് വിറയ്ക്കും. യഹൂദദേശം മിസ്രയീമിന് ഭയങ്കരമായിരിക്കും. അതിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നവർ ഒക്കെയും സൈന്യങ്ങളുടെ യഹോവ അതിന് വിരോധമായി നിർണയിച്ച നിർണയം നിമിത്തം ഭയപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യും. ഒന്നിന് സൂര്യനഗരം എന്ന് പേർ വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രയീമിന്റെ നടുവിൽ യഹോവയ്ക്കൊരു യാഗപീഠവും അതിന്റെ അതിർത്തിയിൽ യഹോവയ്ക്കൊരു തൂണുമുണ്ടായിരിക്കും. അത് മിസ്രയീം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളം, ഒരു സാക്ഷ്യം ആയിരിക്കും. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും. അവൻ അവർക്ക് ഒരു രക്ഷകനെ അയക്കും. അവൻ പൊരുതി അവരെ വിടുവിക്കും. അങ്ങനെ യഹോവ മിസ്രയീമിന് തന്നെ വെളിപ്പെടുത്തുകയും മിസ്രയീമർ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും. യഹോവ മിസ്രയീമിനെ അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാപ്രവചനം 19-ാം അധ്യായം. ഈജിപ്തിന്റെ തകർച്ചയാണ് വിഷയം. അശൂരാണ് ഈജിപ്തിനെ കീഴ്പ്പെടുത്തുന്നത്. എന്നാൽ അന്ത്യകാലത്തിൽ വൈരം വെടിഞ്ഞ് ഈജിപ്തും അശൂരും മിസ്രയീമും സഖ്യരാജ്യങ്ങളാവും. അത് ദൈവരാജ്യത്തിന്റെ നിഴൽ കൂടെയാണ്. അത് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിക്കുന്നത്.
മിസ്രയീം ന്യായം വിധിക്കപ്പെടാൻ കാരണം അവരുടെ ദൈവനിഷേധമാണ്. സത്യദൈവം യഹോവയാണെന്നുള്ളത് മോശയുടെ കാലം മുതൽ അവർക്കറിവുള്ളതാണ്. കാരണം മോശ മൂലമുണ്ടായ 10 ബാധകൾ മിസ്രയീമ്യ ദേവന്മാരുടെ മേലുള്ള ന്യായവിധിയായിരുന്നു. നൈൽ നദി, തവള, ചെള്ള്, വെട്ടുക്കിളി, നായീച്ച, മൃഗങ്ങൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ തുടങ്ങിയവ അവർക്ക് ദൈവങ്ങളായിരുന്നു. നൈൽ നദിയിലെ നീരൊഴുക്ക് മൂലം അവർക്ക് കാർഷിക അഭിവൃദ്ധിയും മത്സ്യസമ്പത്തും ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം നൽകിയ യഹോവയായ സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളെയാണ് അവർ ഭജിച്ചിരുന്നത്. കൂടാതെ ദുർമന്ത്രവാദങ്ങളും ലക്ഷണവിദ്യയും കൊണ്ട് രാജ്യം നിറഞ്ഞിരുന്നു. അവരെ സത്യദൈവത്തിങ്കലേക്ക് നയിക്കാൻ ഉള്ള ഉപാധിയായി നൈൽ നദി ദൈവം വറ്റിച്ചു. അതിനാൽ കൃഷി നശിച്ചു, വെള്ളമില്ലാതെ ജനം വലഞ്ഞു. വിഗ്രഹങ്ങൾക്കോ മന്ത്രവാദികൾക്കോ രക്ഷിക്കാനായില്ല. ആ സമയത്ത് അശൂർ രാജാവ് വന്ന് അവരെ പീഡിപ്പിച്ചു. രക്ഷിക്കാൻ ആരും ഉണ്ടായില്ല. അവർ യഹോവയിലേക്ക് തിരിഞ്ഞു. ദൈവം അവരെ സഹായിക്കാനെത്തി. അവരെ ഉപദ്രവിച്ച അശൂര്യർക്കും യഹോവയാണ് സത്യമെന്ന് മനസ്സിലായി. അവരെല്ലാം ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇടയായി. ദൈവരാജ്യത്തിൽ സകല ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും ആളുകൾ ദൈവത്തെ ആരാധിക്കുവാൻ ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ 2000 കൊല്ലക്കാലമായി സുവിശേഷം ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, കർത്താവായ യേശുവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ച്, യേശു കുരിശിൽ മരിച്ച് മനുഷ്യന്റെ നരകശിക്ഷ ഏറ്റതിനെക്കുറിച്ച്, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് സകല ഭാഷയിലും സകല രാജ്യത്തും പ്രസംഗിക്കപ്പെടുകയാണ്. അതിനാൽ മാനസാന്തരപ്പെട്ട ആളുകൾ പെന്തക്കോസ്ത് നാൾ തുടങ്ങി യേശുവിനെ സ്നേഹിക്കുന്നു, അനുസരിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ വെള്ളനിലയെങ്ക് ധരിച്ച എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരം സകല രാജ്യത്തു നിന്നും ദൈവരാജ്യം അനുഭവിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കും, തിരസ്കരിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ദൈവത്തോടുള്ള ശത്രുത്വം അവസാനിപ്പിച്ച് അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും വിട പറഞ്ഞ് അബദ്ധ ദൈവങ്ങളെ ഉപേക്ഷിച്ച് സത്യദൈവമായ യേശുവിനെ ദൈവമായ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കുള്ളതാണ് ദൈവരാജ്യം, അവർക്കുള്ളതാണ് നിത്യമായ അനുഗ്രഹങ്ങൾ. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച പ്രിയ ദൈവമക്കളെ ഓർത്ത്, എൻ്റെ ശ്രോതാക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അല്ലാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ ഇപ്പോൾ കർത്താവിനെ കൈക്കൊണ്ട് നിത്യത ഭദ്രമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.